ഒത്തിരിയേറെ കാര്യങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടുണ്ട്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, നമുക്കറിയാം പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജന്മദിനം ആചരിക്കുമ്പോൾ നാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സുദിനമാണ് ഇന്ന് നാം ആഘോഷിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ തിരുനാൾ. ഈ തിരുനാളിൽ നാം ഓരോരുത്തരും സന്തോഷിക്കേണ്ട ഒരു ദിനമാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ തിരുസഭ 3 പേരുടെ ജന്മദിനമാണ് മെയിനായിട്ട് ആഘോഷിക്കുന്നതെന്ന് നമുക്കറിയാം. ഒന്നാമതായിട്ട് ഡിസംബർ 25 ക്രിസ്തുവിന്റെ ജന്മതിരുനാള് നാം ആഘോഷിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് സ്നാപക യോഹന്നാന്റെ ജന്മതിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാളും നാം ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയം ഈ രണ്ടുപേരും, പരിശുദ്ധ കന്യകാമറിയവും സ്നാപക യോഹന്നാനും ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ മെയിനായിട്ട് പങ്കുവഹിച്ചവരാണ്. നാം ഒന്ന് ചിന്തിക്കുമ്പോൾ സ്നാപക യോഹന്നാൻ കർത്താവിന് വഴിയൊരുക്കുവാൻ വന്നവനാണ്. അദ്ദേഹം വഴിയൊരുക്കി, കർത്താവിന് വേണ്ടിയിട്ട് വഴിയൊരുക്കി അദ്ദേഹം മാറിപ്പോവുകയാണ്. എന്നാൽ പരിശുദ്ധ കന്യകാമറിയവും ഇപ്രകാരം ദൈവത്തോടൊപ്പം നിന്നു. കാൽവരി കുന്നു മുതൽ അതുപോലെ തന്നെ കാൽവരി കുന്നു വരെ അവൾ ദൈവത്തെ, തന്റെ പുത്രനെ അനുഗമിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. അപ്പോൾ രക്ഷാകരമായ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ്. ഈശോ കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വെച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയും പരിശുദ്ധ കന്യകാമറിയമാണ് എന്ന് വിശുദ്ധർ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാവുന്നതുപോലെ വചനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തെർത്തൂല്യൻ ഇപ്രകാരം പറയുകയാണ്, ഈ പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയുന്ന രണ്ടാമത്തെ ഹൗവ എന്നാണ്. അപ്പോൾ ആദ്യത്തെ ഹൗവ പാമ്പിനെയാണ് വിശ്വസിച്ചത്. അവൾ പാമ്പിനെ വിശ്വസിച്ച ഹൗവ പാപത്തിൽ വീണുപോയി. ആ രക്ഷാകരമായ പദ്ധതിയിൽ നിന്നും അവൾ മാറിപ്പോവുകയാണ്, ദൈവകൽപ്പന ലംഘിക്കുകയാണ് ചെയ്തത്. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം മാലാഖയെയാണ് വിശ്വസിച്ചത്. മുഖം നോക്കാം, പരിശുദ്ധ കന്യകാമറിയം മാലാഖയെ വിശ്വസിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് അവളോട് പറയുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന്. ദൈവത്തിന്റെ കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇതിന്റെ അഭിവാദനത്തിന്റെ അർത്ഥം എന്തെന്ന് അവൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഈ പ്രകാരം ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മ ഇതൊക്കെ ഓർത്തുകൊണ്ട് അവൾ ചിന്തിക്കുകയാണ്, പുരുഷനെ ഞാൻ അറിയുന്നില്ല, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്ന് അവൾ ഹൃദയത്തിൽ പറഞ്ഞപ്പോഴും ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് അവളോട് പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് അവൾ പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം അവൾ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം സ്വീകരിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അപ്പോൾ മുതൽ വേദനകളുടെ ആരംഭം തുടങ്ങുകയാണ്. അവളുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുകയാണ്. ആ ദൈവത്തിന്റെ കൽപ്പനകളും ദൈവദൂതൻ അവളെ തിരഞ്ഞെടുത്തു. ദൈവപുത്രനെ, തന്റെ മാതാവായ മറിയത്തെ തിരഞ്ഞെടുക്കുകയാണ് ദൈവപുത്രന് ജന്മം നൽകുവാൻ വേണ്ടിയിട്ട്. അത് മുതലാണ് അവളുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരികയാണ്. നമുക്ക് കാണുവാൻ സാധിക്കും, 8ാം ദിവസം യേശുവിന്റെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ശിമയോൻ പറയുകയാണ്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന്. അതായത് ഇവൻ ഇസ്രായേൽ ജനത്തിന്റെ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഒക്കെ കാരണമാകും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുവെന്ന് ശിമയോന്റെ പ്രവചനമാണ്. അതൊക്കെ തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോവുകയാണ്. അവൾക്കറിയാം തന്റെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ ഉണ്ടായാലും ദൈവമാണ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, അതിനാൽ ദൈവത്തിന് എന്നിലൂടെ ഒരു പദ്ധതി നിറവേറ്റുവാൻ വേണ്ടി ഉണ്ട് എന്ന ഒരു ധാരണ, ഒരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. ആഴമായിട്ടുള്ള വിശ്വാസം, ദൈവത്തിൽ ആഴമായിട്ടുള്ള വിശ്വാസം പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ടായിരുന്നു. അതാണ് ഇതൊക്കെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടും സഹന നിമിഷങ്ങളിലൂടെ അവൾ കടന്നു പോകുമ്പോഴും അതൊക്കെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയിൽ നാം അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ
എല്ലാത്തിന്റെയും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുമെന്ന് ഈ സുവിശേഷന്മാരൊക്കെ വിവരിക്കുന്നുണ്ട് സുവിശേഷത്തിലൂടെ. നമുക്കറിയാം, നമുക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വചനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുകയാണ്: കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് മാതാവിന്റെ മധ്യസ്ഥം വഴിയായിട്ടാണ് കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭവനത്തിൽ ആ ഗൃഹനാഥനും അവിടെയുള്ളവരൊക്കെ ഒത്തിരി വിഷമിച്ചിരിക്കുകയാണ്. കാരണം നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് വിളമ്പാനില്ലാതെ വരുമ്പോൾ അവിടെ വിഷമം എത്രമാത്രമായിരിക്കും. ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് അവർ ചിന്തിച്ചിരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മ അവിടേക്ക് ചെല്ലുകയാണ്. പരിശുദ്ധ അമ്മ അവിടെ ചെന്നു ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ്. അവരോട് പറയുകയാണ്, എന്റെ മകൻ പറയുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്താൽ മതിയെന്ന്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക എന്ന് അവളവിടെ പറയുകയാണ്. അപ്പോൾ അവിടെ കാനായിലെ കല്യാണ വിരുന്നിൽ ആ പരിശുദ്ധ അമ്മ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയാണ്. വീണ്ടും നമുക്കറിയാം, പരിശുദ്ധ അമ്മ തന്റെ പുത്രനോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ നിമിഷവും. കാൽവരി കുന്നുകൊണ്ട് കാൽവരിയിൽ ഈശോ കുരിശിൽ തറയ്ക്കുന്നവരുടെ ആ ഒരു നിമിഷം വരെയും പരിശുദ്ധ അമ്മ തന്റെ പുത്രനെ അനുഗമിക്കുകയാണ് ചെയ്തത്. കാൽവരി യാത്രയിലേക്ക് പോകുന്ന അവസരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, മറ്റു ശിഷ്യന്മാരൊക്കെ ഓടി പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയോടൊപ്പം കുരിശിനോടൊപ്പം നടക്കുന്നതായിട്ട് നാം കാണുന്നു. വീണ്ടും കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും ആ പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു. ഈശോയോടൊപ്പം അവിടെ അമ്മയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ അടുക്കൽ എത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നത്തിനും പരിഹാരം കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വിശുദ്ധ ബെർണാഡ് ഇപ്രകാരം പറയുകയാണ്: കൃപ സ്വന്തമാക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയിലേക്ക് നാം തിരിയണമെന്ന്. കാരണം പരിശുദ്ധ അമ്മ കൃപകളുടെ ഒരു അഭിഷേകം നിറഞ്ഞവളാണ്, കൃപയാൽ നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. കൃപ സ്വന്തമാക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ബെർണാഡ് പറയുകയാണ്. വീണ്ടും വിശുദ്ധ ആംബ്രോസ് ഇപ്രകാരം പറയുന്നുണ്ട്: പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ അമ്മ ഇപ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവണയാണ് എന്ന് വിശുദ്ധ ആംബ്രോസ് പറയുകയാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് നാം കയറി പോകുന്ന പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നാം പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഓരോ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് പ്രകാശത്തിന്റെ രഹസ്യം കൂടി കൂട്ടിച്ചേർത്തത്. വിശുദ്ധൻ ഇപ്രകാരം പറയുകയാണ്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്: ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ജപമാലയാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ജപമാല ചൊല്ലി നാം ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലുന്നതിലൂടെ കൃപ സ്വന്തമാക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. പോൾ അഞ്ചാമൻ മാർപ്പാപ്പയും ഇപ്രകാരം പറയുന്നുണ്ട്: ജപമാല ചൊല്ലുന്നതിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ വേണ്ടി സാധിക്കുമെന്ന് ജോൺ പോൾ മാർപ്പാപ്പ പറയുകയാണ്. ഇപ്രകാരം മാർപ്പാപ്പ പറയുന്നുണ്ട്, നാം ജപമാല ചൊല്ലുമ്പോൾ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായിട്ട് വർഷിക്കും. ചിലപ്പോഴൊക്കെ ചില അവസരങ്ങളിൽ കുടുംബങ്ങളിൽ നിന്നും ജപമാല ചൊല്ലാതെ നാം ജീവിക്കുമ്പോൾ ആ ഓരോ ജപമാല ചൊല്ലാതിരിക്കുന്ന അവസരത്തിൽ അനുഗ്രഹങ്ങളാണ് നഷ്ടപ്പെടുന്നതെന്ന് ഇന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ കുടുംബത്തിൽ ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കടന്നു വരും. അതുപോലെ തന്നെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും കുടുംബങ്ങളിലെയും വ്യക്തികളെയും ഒക്കെ മോചിപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുമെന്ന് പോളഞ്ചാമൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പാപകരമായ സാഹചര്യങ്ങൾ മാറി ജഡീകമായിട്ടുള്ള പാപത്തിന്റെ അവസ്ഥയിൽ മാറി വിശുദ്ധിയിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം തേടുമ്പോൾ അത് സാധിക്കുമെന്ന് ഈ പ്രകാരം മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ആ പുണ്യങ്ങളാൽ നിറഞ്ഞ് ഒരു വ്യക്തികളായിട്ട് മാറുവാൻ വേണ്ടി നമുക്ക് ഓരോ നിമിഷവും പരിശ്രമിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാം കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, കുറ്റം പറയുകയാണ്. എന്തിനാണ് ദൈവം ഇപ്രകാരമൊക്കെ നൽകിയെന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. ഒരിക്കൽ ഇവിടെയുള്ള അമ്മച്ചമാരോട് ഞാൻ ഇപ്രകാരം ചോദിക്കും, എന്നാ അവരുടെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ചിലരൊക്കെ ഇപ്രകാരം പറയുന്നുണ്ട്, എന്റെ അച്ഛോ എന്നാ പറയുവാൻ വേണ്ടിയിട്ടാ, ദൈവം അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു, ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നാണ് അവരുടെ ചിലരുടെയൊക്കെ ആൻസർ. അവർ പറയുന്ന ഇപ്രകാരമാണ്, ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിരാശകളും സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഇപ്രകാരമുള്ള ചിന്തകൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുകയില്ല. ഇങ്ങനെയുള്ള പൈശാചിക ബന്ധനങ്ങൾ നമ്മളെ ഏൽക്കുകയുമില്ല, ഇപ്രകാരമുള്ള പറയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയുമില്ല. എന്നാൽ പരിശുദ്ധ അമ്മയോടുള്ള ആ പ്രാർത്ഥനയും
അതുപോലെ ജോമാല ഭക്തിയും ഒക്കെ നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശ കയറി വരികയാണ്, സങ്കടം കയറി വരികയാണ്. അപ്പോൾ നാം ചിന്തിക്കുകയാണ്, ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എന്റെ ജീവിതം എന്തിനാണ് ഇപ്രകാരം ഇവിടെ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവികമായിട്ടുള്ള പ്ലാനും പദ്ധതിയും അനുസരിച്ച് ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കുറച്ച് വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഓരോ പദ്ധതിയും പ്ലാനുമുണ്ട്. അത് ദൈവം തക്ക സമയത്ത് നിറവേറ്റും, അത് നിറവേറ്റി തരും എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ ജനത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ ദിവസവും ചില ഭവനത്തിലൊക്കെ നമുക്കറിയാവുന്ന പോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ധാരാളമായിട്ടുള്ള കൃപകളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കുവാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഈ ഒരു ആലയത്തിൽ ഒത്തിരിനാള് ഇവിടെ ആയിരുന്നു. എന്നാലും ഈ വൈദികനായിട്ട് ഒരു നിമിഷം പോലും സങ്കടപ്പെടേണ്ട ഒരു ആവശ്യം പോലും വന്നിട്ടില്ല. കാരണം ജപമാല ഭക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടാവുകയും അതിനൊക്കെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തിയും കൃപകളും പരിശുദ്ധ അമ്മയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്കത് ഉറച്ച വിശ്വാസവുമുണ്ട്. പരിശുദ്ധ അമ്മ എന്നെ തന്നെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളിലൂടെ കടത്തി വിട്ടിട്ടുമുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുമുണ്ട്, അനുഗ്രഹം തന്നിട്ട് പോകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാനസ്വായം അപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും നിരാശകളും ഒക്കെ മാറ്റുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട അപ്രകാരം ആ മാറ്റങ്ങളൊക്കെ നിന്നുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ വേണ്ടും സ്വർഗത്തിലേക്ക് അവൾ നമ്മെ നയിച്ചോളും. എപ്രകാരമാണ് വിശുദ്ധിയിൽ ജീവിക്കേണ്ടതെന്നും എളിമപ്പെട്ടൊരു ജീവിതം നയിക്കേണ്ടതെന്നും പരിശുദ്ധ അമ്മയെ നമ്മെ സഹായിക്കും. അതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങളാൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി എളിമ എന്ന പുണ്യമാണ് അവളിൽ നിറഞ്ഞു നിന്നത്. അത് കാരണമാണ് അവളുടെ ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ ജന്മം നൽകുവാൻ വേണ്ടിയിട്ട് ദൈവം അവളെ തിരഞ്ഞെടുത്തതും. ആ എളിമ എന്ന പുണ്യം, സഹനം എന്ന പുണ്യം, അതുപോലെ വിശ്വാസം എന്ന ഈ പുണ്യങ്ങളൊക്കെ നിറഞ്ഞുകൊണ്ട് വളരുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ ഇന്ന് മുതൽ ജപമാല ചൊല്ലാത്ത വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായിട്ടുള്ള ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ധാരാളമായിട്ട് കൃപകൾ സ്വന്തമാക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിന് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.